ലഹരി വ്യാപനത്തിനെതിരെ ഫുട്ബോൾ ലഹരിയുമായി കുട്ടികൾ രംഗത്ത്. പുല്ലുവഴി ഗവൺമെന്റ് LP സ്കൂളിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് ജേഴ്സി ഡേയുടെ ഭാഗമായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് പൂണേലി മത്സരം ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുൻനിർത്തി പുല്ലുവഴി ഗവൺമെന്റ് LP സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോൾ വേൾഡ് കപ്പ് ജേഴ്സി ഡേയുടെ ഭാഗമായി നടന്ന ഷൂട്ടൌട്ട് മത്സരം രായമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് പൂണേലി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളെ ഈ ലോകം മുഴുവനും ഫുട്ബോൾ പ്രേമികൾ ആർത്ത് ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മാമാങ്കമാണ് ഈ ലോകകപ്പ്. അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ പുരാതനമായ LP സ്കൂൾ, ആ LP സ്കൂളിലെ വിദ്യാർത്ഥിനികളെയും നമ്മുടെ ഇവിടുന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ പുല്ലുവഴിയിലെ യുവാക്കളുടെ ഒരു കൂട്ടമായ സ്റ്റാമ്പ ബോയ്സും കൂടി നമ്മുടെ ഈ ലോകകപ്പിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാടും നഗരവും ആസ്വദിച്ച് ഉല്ലസിച്ച് നടത്തുന്ന ഈ മാമാങ്കത്തിൽ അണിചേരുകയാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സും അതോടൊപ്പം തന്നെ ചേർപ്പിച്ചുകൊണ്ട് ഈ ലോക കപ്പിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവിധ നമ്മുടെ ഈ സ്കൂളിനും അതുപോലെ സ്റ്റാമ്പ ബോയ്സിന്റെ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ്. വാർഡ് അംഗം NC തോമസ്, സ്കൂൾ HM ജിഷ KA, PTA പ്രസിഡന്റ് പോൾസൺ, സ്റ്റാഫ് സെക്രട്ടറി ശരണ്യ രാജൻ, അധ്യാപകരായ അനു, സോഫിയ, സിസിലി, ജിഷ, സിലു, ബോബി, ആര്യ, ഗായത്രി, ഉമ, സുഹീറ എന്നിവർ പങ്കെടുത്തു. ഈ ലോകകപ്പിൻ്റെ ആവേശത്തിൽ പങ്കുകൊണ്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികളെ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ആത്മാർത്ഥമായി സഹകരിച്ച ഇതിൻ്റെ സ്പോൺസർമാരായി ഈ കുട്ടികൾക്ക് ജേഴ്സിയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത സ്റ്റാമ്പ ബോയ്സിലെ എല്ലാ അംഗങ്ങൾക്കും ഈ പരിപാടിക്ക് പങ്കെടുത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇതിന് സൗകര്യമൊരുക്കി കൊടുത്ത ഈ സ്കൂളിലെ ടീച്ചർമാർക്കും PTA കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ നാടും നഗരവും ഈ ലോകകപ്പ് ഫുട്ബോളിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളും അതിൽ പങ്കുചേർന്ന് ആ ആവേശത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇതൊരു മാമാങ്കമാക്കി തീർക്കുവാൻ പരിശ്രമിച്ച എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പുല്ലുവഴി സ്റ്റാമ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം. സ്കൂളിലെ KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 250ഓളം കുട്ടികൾ ആവേശത്തോടെ ഷൂട്ടൌട്ടിൽ പങ്കുചേർന്നു. ഓരോ കുട്ടിക്കും 2 ചാൻസ് വീതം നൽകിയാണ് മത്സരം നടത്തിയത്. ഗവൺമെന്റ് LP സ്കൂളും ഇവിടെ ഈ വേൾഡ് കപ്പിനോടൊന്നിച്ച് നടക്കുന്ന ഈ ഷൂട്ടൌട്ട് മത്സരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പുല്ലുവഴി സ്റ്റാമ്പ ബോയ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലും രണ്ടുപേരും ഒരുമിച്ച് നടത്തുന്ന ഈ മാമാങ്കത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും അതിനുവേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ഗവൺമെൻറ് LP സ്കൂളിലെ HM-നും സ്കൂളിൻ്റെ പ്രസിഡന്റുമായ പോൾസനും പിന്നെ നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് ചേട്ടനും വാർഡ് മെമ്പർ തോമസ് ചേട്ടനും ക്ലബിൻ്റെ പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്റ്റാമ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സാരഥികളായ അഖിൽ രവി, റോബിൻ OJ, ദീപു ജോസഫ്, ജെയിംസ് CT, അഖിൽ ഷാ, ഷിജോ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം വേറിട്ട അനുഭവമായി എന്ന് കുട്ടികളും അധ്യാപകരും പ്രതികരിച്ചു. വളരെ സന്തോഷമാർന്ന ദിനമാണെന്ന് ഞങ്ങൾക്ക് ഗവൺമെൻറ് LP സ്കൂൾ പുല്ലുവഴിയിൽ ഇന്ന് കായിക പ്രേമികളെല്ലാവരും വളരെ സന്തോഷിക്കുന്ന ഒരു ദിനമാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കേരളത്തെ കായിക പ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളൊരു കായിക പ്രോഗ്രാമാണ് ഫുട്ബോൾ. വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ഇന്ന് ഗവൺമെൻറ് LP സ്കൂൾ ഞങ്ങളങ്ങനെ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും കുഞ്ഞുമക്കളിൽ വളരെയധികം ആനന്ദവും അവരുടെ ഉള്ളിലുള്ള കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നിലവിൽ ഗവൺമെൻറ് LP സ്കൂൾ ഇന്ന് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അർജൻറ്റീനയും ബ്രസീലും അതുപോലെ തന്നെ ബെൽജിയം അതുപോലെ തന്നെ പോർച്ചുഗൽ ഇങ്ങനെ ഒരുപാട് ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് കുട്ടികൾ ആവേശഭരിതരായിട്ടാണ് ഇന്ന് ഈ സ്കൂളിൽ എത്തിയിട്ടുള്ളത്. അവരെ കേൾക്കാനും കാണാൻ സാധിക്കും. തന്നെ മാത്രമല്ല അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും ഒരു കായിക പ്രേമി എന്ന രീതിയിൽ എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യവും ഈ സ്കൂളിൻ്റെ ഒരു ആവശ്യം എന്ന രീതിയിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ടീം ഇല്ല എന്നൊരു കാര്യം നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടതാണ്.
നമ്മളെല്ലാം വേൾഡ് കപ്പ് വരുമ്പോൾ പല രാജ്യങ്ങളുടെയും കൊടി പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്കവണ്ണ നിലകളിൽ ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ടീം വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പണിയുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഉയരത്തക്കവണ്ണ നിലകളിലുള്ള ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെ സൃഷ്ടിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.